ഇറാനിൽ ഖമേനിയെ തടവിലാക്കി ട്രംപ്. പുരോഹിത ഭരണത്തിന് ബോംബിട്ട് അമേരിക്ക. ഇറാനിൽ പുരോഹിത ഭരണം അവസാനിപ്പിക്കുന്നത് ഏറ്റവും അഭികാമ്യമായിരിക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. യുഎസും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ഈ വരുന്ന ചൊവ്വാഴ്ച ജനീവയിൽ പുനരാരംഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന പുറത്തു വന്നത്. മിഡിൽ ഈസ്റ്റിൽ അത്തരം നടപടികളെ എതിർത്തിട്ടുള്ള ഒരു നേതാവാണ് സത്യത്തിൽ ട്രംപ്. മുൻപ്, അതായത് ഈ ഇറാഖില് സദാം ഹുസൈനെ അട്ടിമറിക്കുവാൻ ജോർജ് ബുഷ് പട്ടാളത്തെ അയച്ചതിനെ അന്ന് നിശിതമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ് ട്രംപ്. ആ ട്രംപാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനിയുടെ പുരോഹിത ഭരണത്തെ അവസാനിപ്പിക്കണമെന്ന് പറയുന്നത്. ചർച്ചകൾ ഫലപ്രദമായില്ലെങ്കിൽ ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന താക്കീത് ട്രംപ് ആവർത്തിച്ചു പറയുന്നത് തന്നെ യുദ്ധം അനിവാര്യതയാണ് എന്ന് മാത്രമല്ല, ആയത്തുള്ള അലി ഖമേനിയെ തടവിലാക്കുക എന്നത് ലക്ഷ്യവുമാണ്. ടെഹ്റാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി US കപ്പൽപ്പട സമീപത്ത് ശക്തി വർദ്ധിപ്പിക്കുന്നതും യുദ്ധത്തിന്റെ കോപ്പുകൂട്ടലാണ് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. ഇറാൻ ആണവ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള യുറേനിയം സമ്പുഷ്ടമാക്കൽ അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണമെന്നതാണ് ട്രംപിന്റെ ആവശ്യമെന്ന് പറയപ്പെടുന്നത്. എന്നാൽ വൈദ്യുതിക്ക് വേണ്ടി മാത്രമാണ് ഈ പ്രക്രിയ എന്നും ബോംബ് നിർമ്മാണത്തിനല്ലെന്നും ഇറാൻ തുറന്നു പറയുമ്പോൾ അതിനോട് യോജിക്കുവാൻ ട്രംപിനാകുന്നില്ല, അമേരിക്കയ്ക്കാകുന്നില്ല.